ഹലോ ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തേത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് ശരിക്കും ബാച്ചിലേഴ്സിനൊക്കെ ഒരു പറ്റിയ റെസിപ്പി തന്നെയാണ്. അധികം ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി. അപ്പം ആദ്യം തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് വലുപ്പത്തിൽ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം ഒരു മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ചേർക്കുന്ന പൊടികളല്ലാതെ പിന്നീട് ഇതിലേക്ക് പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഞാൻ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവോള വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്താണ്. ഒരു സവോള മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഈ സമയത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി, അതുകൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പകുതി നാരങ്ങയുടെ നീര് മതി. പിന്നെ മല്ലിയില നമ്മൾ ലാസ്റ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടാലും മതി. അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം നമ്മൾ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചിക്കനിലേക്കൊക്കെ മസാലകൾ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂർ മിനിമം നമ്മളിത് റെസ്റ്റ് ചെയ്യാനെങ്കിലും വെക്കണം. പിന്നെ ഒട്ടും ടൈം ഇല്ല എങ്കിൽ നമുക്കിത് നേരെ തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നാലും ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലത്. ഞാനിപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. പെട്ടെന്ന് അതൊന്ന് സെറ്റായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമ്മൾ 3 ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒന്ന് ചേർത്തില്ലെങ്കിലും ഒരു പകുതി ക്യാപ്സിക്കം ആയാലും മതി. ഞാനിപ്പം ഒരു ക്യാപ്സിക്കം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു സവോള ഇതേപോലെ തന്നെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്ത് വളരെ ചെറുതായിട്ട്, രണ്ടും ഏകദേശം ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുത്താണ്. ഇതിലേക്ക് നമ്മൾ 2 സവോള മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മാത്രമേ നമ്മൾ ഈ ഒരു ചിക്കൻ കറിയിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ സെപ്പറേറ്റ് ഇതിലേക്ക് ഉള്ളിയൊന്നും വഴറ്റി ചേർക്കുന്നില്ല. അപ്പം ഇത് ഇട്ട് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ചിക്കന് മൊത്തത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ എണ്ണയൊക്കെ ഒഴിച്ചത് ഒന്ന് അതിലേക്കൊന്ന് പിടിച്ച് ഒന്ന് വരാൻ വേണ്ടി. അതിനുശേഷം നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വെന്ത് വരുന്നത് വരെ, ഒരു മീഡിയം വേവ് ആവുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇടയ്ക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയതാണ്. ഇതിനകത്തുനിന്ന് കുറച്ചൊക്കെ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു വെള്ളത്തിനകത്ത് തന്നെ ഇതൊന്ന് വെന്ത് വന്നോളൂ. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. കാരണം ഇത് നമ്മൾ ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളം എല്ലാം പറ്റിച്ചെടുക്കണം. ഇനിയിപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു പകുതി വേവ് ആയാൽ മതി എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇതിലെ വെള്ളം വറ്റിക്കുന്ന സമയത്ത് ചിക്കന് കറക്റ്റായിട്ട് വെന്ത് വന്നോളും. ഇനി നമുക്കിത് അടച്ചു വെച്ചൊരു പകുതി ഒന്ന് വേവ് ആവുന്നത് വരെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ചിക്കനൊക്കെ പകുതി കൂടുതൽ വേവായിട്ടുണ്ട്.
വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടിയത്. ഇത് നമ്മൾ ഡ്രൈ ആക്കിയാണ് എടുക്കുന്നത്, ഞാൻ പറഞ്ഞതില്ലേ, അതുപോലെ തന്നെ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ചാറൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം നമുക്കിതിനെ. ഇപ്പം ഇതിലെ ഗ്രേവിയൊക്കെ പറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ, അതായത് ഈ ഒരു ഇച്ചിരി ചാറോട് കൂടി എടുക്കണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഞാൻ പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് പറ്റിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഇത് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അങ്ങനെ ചിക്കനൊക്കെ പാകത്തിനായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി, ക്യാപ്സിക്കം, മല്ലിയിലൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നും ഇട്ടതിന് ശേഷം നമ്മളിനി ഓവറായിട്ട് ഇത് കുക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇതിങ്ങനെ പച്ച ഒരു ടേസ്റ്റോട് കൂടി വരുന്നതാണ് ഈ ഒരു ചിക്കൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇത് ശരിക്കും ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഇട്ട് തന്നെ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പം ഇങ്ങനെ തന്നെ ഇത് മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവിയൊക്കെ ആ ഒരു ക്യാപ്സിക്കത്തിലും ഉള്ളിയിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ, ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുക. ആ ഒരു ചൂടത്തിരുന്ന് അതൊന്ന് വെന്ത് വന്നോളൂ. ക്യാപ്സിക്കവും ഉള്ളിയൊന്നും ഓവറായിട്ട് കുക്കാവരുത്, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അടച്ചു വെക്കാൻ പറഞ്ഞത് തീ ഓഫ് ചെയ്തതിന് ശേഷം. അപ്പോൾ ആ ഒരു കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറക്റ്റ് ചിക്കൻ്റെ ആ ഒരു മസാലയും എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാം അതിലേക്ക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലരും ചെയ്ത് നോക്കുന്നതായിരിക്കും, എന്നാലും ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഇനി കാണുന്നത് വരേക്കും ബൈ.